ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇഫ് ക്ലോസിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ 2021 2022 ഇഫ് ക്ലോസിനെ ബേസ് ചെയ്തിട്ട് മെയിൻ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇഫ് ക്ലോസും ടെൻസും കോൺകോഡൊക്കെ റെഡി ആണോ? പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ക്ലാസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് റിവിഷന്റെ ടൈം വന്നേക്കായിരുന്നേ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കംപ്ലീറ്റ് ദി സെന്റൻസ് അപ്രോപ്രിയേറ്റ്ലി. ഇഫ് യു ഹാഡ് കംപ്ലീറ്റഡ് ദി പ്രോജക്ട് യു ഡാഷ് ഗോൺ ഓൺ എ ടൂർ. എന്തായിരിക്കും ആൻസർ വരിക? ഇഫ് യു ഹാഡ് ഉണ്ട് പ്ലസ് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ V3 ഫോമാ അല്ലേ? ഇഫ് ക്ലോസിനകത്തുള്ള തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഹാഡ് പ്ലസ് V3 വരികയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരും? കുഡോ വുഡോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഹാവ് ഉണ്ടാവും, പിന്നെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും അല്ലേ? V3 ഫോം എന്ന് പറയുന്നത് ഗോൺ എന്ന് പറയണത് V3 ഫോമാ കേട്ടോ. V3 ഫോമാണ്. ഗോ, വെന്റ്, ഗോൺ. അപ്പൊ ഇത് V3 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വുഡോ കുഡോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് തെറ്റിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഹി ഡാഷ് ഏർലിയർ ഐ കുഡ് മീറ്റ് ഹിം. ശ്രദ്ധിക്കുക, ഇഫ് ഹി ഡാഷ് ഏർലിയർ ഐ കുഡ് വന്നിട്ടുണ്ട്, ഐ കുഡ്, പിന്നെ V1 ഫോം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് കണ്ടീഷൻ അല്ലെ? ഞാൻ ആ ക്ലാസ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ കെയിം ആണ്. ഓക്കെ, കെയിം. ഇഫ് ഹി കെയിം ഏർലിയർ ഐ കുഡ് മീറ്റ് ഹിം. മനസ്സിലായി? അപ്പൊ കുഡ് പ്ലസ് V1 ഫോം വരികയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരണം? V2 ഫോം ആയിട്ടുള്ള കെയിം വരണം. കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ ഡാഷ്. ഓപ്ഷൻസ് വായിക്കാം. ദ ഡോഗ് വുഡ് അറ്റാക്ട് മീ, the dog would have attacked me, the dog wouldn't have attacked me, the dog wouldn't attack me. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഈ ക്വസ്റ്റിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയേ. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ, ഞാൻ അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ അല്ലെ? പോയില്ലായിരുന്നെങ്കിൽ എന്താ പറ്റുക? പട്ടി എന്നെ കടിക്കില്ലായിരുന്നു അല്ലെ? അപ്പൊ കടിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നോട്ട് എന്തായാലും നമ്മുടെ ആൻസറിൽ വരും. അപ്പൊ തന്നെ നോട്ട് ഇല്ലാത്ത രണ്ട് ഓപ്ഷൻസ് നമുക്ക് എടുത്ത് മാറ്റാം അല്ലെ? ലോജിക് വൈസ് ആയിട്ട് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് ഞാൻ എടുത്ത് മാറ്റി. ഇനി ഇവിടെ ഹാഡ് ഉണ്ട് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്, ഗോൺ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സൈഡിൽ എന്ത് വരണം? ഹാവ് ഉണ്ടാവണം, അതേപോലെ തന്നെ V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഹാവ് ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്, പിന്നെ നോട്ട് എന്തായാലും ഉണ്ടാവും, നമ്മൾ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റിന്റെ മീനിങ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ആൻസർ എന്താ? ദ ഡോഗ് വുഡന്റ് ഹാവ് അറ്റാക്ട് മീ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദി ഹൗസ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദി ഹൗസ്. കം ആണോ, ഹാഡ് കം ആണോ, കെയിം ആണോ, വിൽ കം ആണോ? വുഡ് ഷോ ഉണ്ട് അല്ലെ? അതായത് ഇവിടെ വുഡ് അതിനുശേഷം V1 ഫോം ഓഫ് ദി വെർബാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഈ ഒരു കേസിൽ കെയിം ആണ് അല്ലെ? ഇഫ് യു കെയിം വിത്ത് മീ ഐ വുഡ് ഷോ യു ദി ഹൗസ്. നമ്മുടെ ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് കണ്ടീഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് യു ഹാഡ് ടോൾഡ് ദി ട്രൂത്ത് ദേ ഡാഷ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് ദി ട്രൂത്ത്, ഇവിടെ ഹാഡ് ഉണ്ട് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അല്ലെ? ഹാഡ് ടോൾഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിൽ എന്ത് വരണം? ഇവിടെ ഹാഡ് ടോൾഡ്, ഹാഡ് പ്ലസ് V3 വരികയാണെങ്കിൽ ഈ ഒരു സൈഡിൽ വുഡ് ഹാവ് V3 ഫോം അല്ലെ? നമ്മുടെ ഇഫ് ക്ലോസിന്റെ തേർഡ് കണ്ടീഷൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇഫ് യു ഹാഡ് ടോൾഡ് ദി ട്രൂത്ത് ദേ വുഡ് ഹാവ് ബിലീവ്ഡ് യു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഡാഷ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഐ വിൽ ഹെൽപ്പ് യു ആണോ, ഐ ഹെൽപ്പ് യു ആണോ, ഐ വുഡ് ഹെൽപ്പ് യു ആണോ, ഐ ഹെൽപ്ഡ് യു? ഏത് ആൻസർ ആയിട്ട് വരിക? ഇഫ് ഐ ഹാഡ് മോർ ടൈം. ഇവിടെ ഹാഡിന് ശേഷം V3 ഫോം ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ജസ്റ്റ് ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ഹാസിന്റെയും ഹാവിന്റെയും ഒക്കെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ഫോം എന്ന് പറയുന്നത് ഹാഡ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് കണ്ടീഷൻ ആണ്. അപ്പൊ സെക്കൻഡ് കണ്ടീഷനിൽ ഏതാ വന്നിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ? വുഡ് ഉണ്ടാവും, വുഡിന് ശേഷം V1 ഫോം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വുഡിന് ശേഷം ED കൂട്ടിയിട്ട് പറയരുത് കേട്ടോ. വുഡിന് ശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. അത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം. ഇഫ് ഹി ഹാഡ് ഇൻഫോം മീ അബൌട്ട് ദി പ്രൈസ് ഹൈക്ക്. ഇഫ് ഹി ഹാഡ് ഇൻഫോംഡ് ആണ് കേട്ടോ. ഹാഡ് ഇൻഫോംഡ് V3. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് പറയാം. ഐ ഹാഡ് ബോട്ട് സം ഇൻ അഡ്വാൻസ്, ഐ വിൽ ബൈ സം ഇൻ അഡ്വാൻസ്, ഐ വുഡ് ഹാവ് ബോട്ട് സം ഇൻ അഡ്വാൻസ്, ഐ ബോട്ട് സം ഇൻ അഡ്വാൻസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഇവിടെ ഹാഡ് V3 ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഓപ്ഷനകത്ത് ഒരു വുഡും ഉണ്ടാവും, ഹാവും ഉണ്ടാവും, V3 ഫോമും ഉണ്ടാവും.
അല്ലേ? ഇത് 3 ഉള്ള സെന്റൻസ് നോക്കിയേ. ഐ വുഡ് ഹാവ് ബോട്ട് സം ഇൻ അഡ്വാൻസ്. കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? അടുത്ത ചോദ്യം നോക്കാം. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ഡാഷ് വെൽ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വുഡ് ഹാവ് ഡിക്രീസ് ആണോ, വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണോ, വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ആണോ, വുഡ് ഹാവ് ബി ഡിക്രീസ്ഡ് ആണോ? എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഹാഡും ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിൽ എന്തൊക്കെ വേണം? വുഡ് വേണം, ഹാവ് വേണം, V3 ഫോം വേണം, അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, വുഡ് ഹാവ് ഡിക്രീസ്ഡ്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് ആക്റ്റീവിലാണോ പാസീവിലാണോ നമ്മൾ നോക്കണം. അതെങ്ങനെയാ നോക്കുക? ഇതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയേ. അപ്പൊ മീനിങ്ങിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ കോവിഡ് കേസ് കുറഞ്ഞേനെ, അല്ലേ? നമ്മൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ കോവിഡ് കേസ് അങ്ങോട്ട് കുറഞ്ഞേനെ. അപ്പൊ കോവിഡ് കേസ് തന്നെയാണ് അവിടെ കുറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതാ? ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ വേർ യു ഐ ഡാഷ് ഹിം മൈ കാർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പൊ നിങ്ങൾ ആൻസർ ആലോചിക്കുക. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സാധാരണ നമ്മളുണ്ടല്ലോ പാസ്റ്റിൽ ഐ വാസ് എന്നാ പറയാ കേട്ടോ. ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്, ഐ വാസ് സ്റ്റഡിങ്, ഐ വാസ് ഡാൻസിങ്, ഐ വാസ് സിംഗിങ് എന്നൊക്കെയാണ് പറയാ. പക്ഷെ ഇമാജിനറി കണ്ടീഷൻ വരുന്ന കേസുകളിൽ മാത്രമാണ് നമ്മൾ ഐക്ക് ശേഷം വേർ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇമാജിനറി കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ വേർ യു, ഞാൻ നീ ആയിരുന്നുവെങ്കിൽ, വേർ ആണ്. ഓക്കെ, V2 ഫോം ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരണ്ടേ? V2 ആണെങ്കിൽ ഈ ഒരു സൈഡിൽ എന്ത് വരണം? ആൻസർ വുഡ് ഗീവ് ആണ് കേട്ടോ. ഇഫ് ഐ വേർ യു ഐ വുഡ് ഗീവ് ഹിം മൈ കാർ. അപ്പൊ V2 ആണെങ്കിൽ ഇവിടെ വുഡ് വേണം, പിന്നെ V1 ഫോം ഓഫ് ദി വെർബും ആയിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ഹാഡ് ഹി ഇൻവൈറ്റഡ് മീ ഐ ഡാഷ് ദി ഫംഗ്ഷൻ. ഹാഡ് ഹി ഇൻവൈറ്റഡ് മീ ഐ ഡാഷ് ദി ഫംഗ്ഷൻ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ വുഡ് ഹാവ് അറ്റൻഡഡ് ആണ്, അല്ലെ? ഹാഡ് ഹി ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? അപ്പൊ ഇവിടെ നമുക്ക് ഇഫ് ക്ലോസ് ഒന്നും ഇല്ല, അല്ലെ? ഇഫ് ഇല്ലെങ്കിലും ഈ ഹാഡ് വെച്ചിട്ട് തുടങ്ങിയാലും മതി കേട്ടോ. ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടെങ്കിൽ, ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും? വുഡ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും, V3 ഫോം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ഇല്ലെങ്കിലും ഹാഡ് വെച്ചിട്ട് തുടങ്ങിയാലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഹാഡ് ഹി ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. അൺലെസ് ഐ ഡാഷ് ഹിസ് ടിക്കറ്റ് ഐ വിൽ നോട്ട് ലെറ്റ് ഹിം സിറ്റ് ഹിയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അൺലെസ്. അൺലെസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇഫ് നോട്ട്. ഓക്കെ, അൺലെസ് ഐ ഡാഷ് ഹിസ് ടിക്കറ്റ് ഐ വിൽ നോട്ട് ലെറ്റ് ഹിം സിറ്റ് ഹിയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ആലോചിച്ചിട്ട് പറഞ്ഞേ. ഡു നോട്ട് സീ ആണോ, വിൽ സീ ആണോ, വിൽ ഹാവ് സീൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? കുറെ പേര് തെറ്റിച്ചു എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ ആൻസർ പറയാം. ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ വില്ല് പിന്നെ V1 ഫോം, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ക്ലോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ വില്ല് V1 ഫോം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരണം? എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും വരിക, അല്ലെ? അപ്പൊ അൺലെസ് ഐ വിൽ സീ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇത് ഫ്യൂച്ചറാ. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതെന്തായാലും ആൻസർ ആയിട്ട് വരില്ല, അല്ലെ? അതുപോലെ തന്നെ ഇതും വരില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു നോട്ട് സീ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ? ഈ അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ഓൾറെഡി അവിടെ ഒരു നോട്ട് ഉണ്ട്. മനസ്സിലായോ? പിന്നെ നമ്മളൊരു നോട്ടും കൂടെ ചേർത്തിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അൺലെസ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും തെറ്റായിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ വരേണ്ടത്? അൺലെസ് ഐ സീ ആണ്, അല്ലെ? അൺലെസ് ഐ സീ ഹിസ് ടിക്കറ്റ് ഐ വിൽ നോട്ട് ലെറ്റ് ഹിം സിറ്റ് ഹിയർ. മനസ്സിലായോ? അപ്പൊ PSC ഇപ്പോൾ നൺ ഓഫ് ദീസ് എന്നുള്ള ആൻസർ ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് വി ഡാഷ് ഡ്രൈ ഐസ് ഇറ്റ് ടേൺസ് ടു വേപ്പർ. ഓക്കെ, ഇറ്റ് ടേൺസ് ടു വേപ്പർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ V1 ആണ് വന്നിട്ടുള്ളത്. വിൽ ഹീറ്റ് ആണോ, അല്ലെങ്കിൽ ഹീറ്റ് ആണോ, വുഡ് ഹീറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഹീറ്റ് ആണ്, അല്ലെ? കാരണം എന്താ? നമ്മൾ ഡ്രൈ ഐസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പർ ആവും എന്നുള്ളൊരു ഫാക്റ്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇഫ് ക്ലോസിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ് ഇതേപോലുള്ള ഫാക്റ്റും ട്രൂത്ത് ഒക്കെ വരുന്ന കേസുകളിൽ നമ്മൾ സീറോ കണ്ടീഷൻ ആണ് അപ്ലൈ ചെയ്യുക. അതായത് ഇതിന് മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ നമ്മൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇവിടെ V1 വന്നുകൊണ്ട് തന്നെ വിൽ ഹീറ്റ് അല്ലേ എന്നും പറഞ്ഞിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കണം, ഇതേപോലെ ട്രൂത്തും ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ സീറോ കണ്ടീഷൻ ആണ് കേട്ടോ ആൻസർ ഹീറ്റ്. അടുത്ത ചോദ്യം. ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് ടീച്ച് ഹിം എ ലെസൺ. ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് ടീച്ച് ഹിം എ ലെസൺ. ഇവിടെ വുഡ് ഉണ്ട്, പിന്നെ V1 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരണം, അല്ലെ? അപ്പൊ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം.
നമ്മൾ ഇഫ് ക്ലോസിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ കിട്ടുന്നില്ലെങ്കിൽ ആ ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ വുഡ് ഉണ്ട്, V1 ഫോം ഉണ്ട്. അപ്പൊ ഈ ഒരു സൈഡിൽ എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരണം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഐക്ക് ശേഷം വാസ് ആണോ വേർ ആണോ യൂസ് ചെയ്യുക? നമുക്കറിയാം ഒരു ഇമാജിനറി കണ്ടീഷൻ അല്ലെ. ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക? വേർ ആയിരിക്കും യൂസ് ചെയ്യുക. ഐക്ക് ശേഷം അല്ലെങ്കിൽ ഹീക്ക് ശേഷം ഷീക്ക് ശേഷം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വേർ ആണ്. ഓക്കെ, സോ ഇഫ് ഐ വേർ യു ഐ വുഡ് ടീച്ച് ഹിം എ ലെസൺ. ഞാൻ നീ ആയിരുന്നുവെങ്കിൽ, അതാണ് ഇമാജിനറി കണ്ടീഷൻ കേട്ടോ. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം ഡാഷ്. ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ക്യാൻസൽ ആണോ, വുഡ് ക്യാൻസൽ ആണോ, വുഡ് ഹാവ് ക്യാൻസൽഡ് ആണോ, വിൽ ബി ക്യാൻസൽഡ് ആണോ? ഇവിടെ ശ്രദ്ധിച്ചേ, ഇഫ് ഇറ്റ് റെയിൻസ്, റെയിൻസ് എന്ന് പറയുമ്പോൾ V1 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിൽ എന്ത് വരണം? നമ്മുടെ ഇഫ് ക്ലോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് വേണം? വില്ല് വേണം, പിന്നെ V1 ഫോം വേണം അല്ലെ. അപ്പൊ നമുക്ക് വുഡ് ഉള്ള രണ്ട് ഓപ്ഷൻസ് എടുത്ത് മാറ്റാം. അപ്പൊ തന്നെ നമ്മൾ എടുത്ത് മാറ്റി കേട്ടോ. ഇനി ഈ വില്ലിന് ശേഷം നമ്മൾ ഈ ബി ചേർക്കുമല്ലോ. ഈ ബി ചേർക്കുന്നത് പാസീവ് ആക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ വില്ല് മാത്രമല്ല, മോഡൽ ഓക്സിലറി വെർബ് ഏത് വരാണെങ്കിലും, വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ്, ഇത് ഏത് വരാണെങ്കിലും അതിന് ശേഷം നമ്മൾ ബി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പാസീവ് ആണെന്ന്. ഇനി കൊടുത്തിട്ടുള്ള സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം ആരാ ക്യാൻസൽ ചെയ്തത്? ആരാ ക്യാൻസൽ ചെയ്യുന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സപ്പോസ് എക്സ് ആണ് ക്യാൻസൽ ചെയ്തതെന്ന് വിചാരിക്കുക കേട്ടോ. ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാന്ന് വിചാരിക്കുക. അപ്പൊ ഇയാളാണോ നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വന്നിട്ടുള്ളത്? അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതായിരിക്കും? പാസീവ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ബി ക്യാൻസൽ, പ്രോഗ്രാമിനെ ക്യാൻസൽ ചെയ്യപ്പെടും എന്നുള്ള മീനിങ് ആണ്. ഇനി സപ്പോസ് ഞാൻ ഇവിടെ പറയാണ് ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരാള് പോയിട്ട് ക്യാൻസൽ ചെയ്യും എന്നുള്ള മീനിങ് ആയി വരും. മനസ്സിലായോ? ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ ആള് പോയിട്ട് ക്യാൻസൽ ചെയ്യും എന്നുള്ള മീനിങ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഇത് പാസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഷീ വിൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ അത് പോയിട്ട് ക്യാൻസൽ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ദേ വിൽ ക്യാൻസൽ, അവര് ക്യാൻസൽ ചെയ്യും. പ്രോഗ്രാം വിൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം പോയിട്ട് ക്യാൻസൽ ചെയ്യും എന്നാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ നമ്മൾ പാസീവ് ആയിട്ട് ഈ ഒരു ആൻസർ സെലക്ട് ചെയ്തത്. ക്ലിയർ ആയോ? വിൽ ബി ക്യാൻസൽഡ്. ഒന്നല്ലെങ്കിൽ അത് അങ്ങനെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രിയയോട് ചോദിക്കുക ആരാണ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആ ചെയ്തിട്ടുള്ള ആളാണോ നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വരുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ്, അല്ലാത്ത പക്ഷം പാസീവ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇവിടെ നോക്കുക, ഇവിടെ വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട് അല്ലെ. വുഡ്, ഹാവ്, V3 ഫോം. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ എന്ത് വേണം? ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോം വേണം. ഓക്കെ, അപ്പൊ ഹാഡും V3 ഫോമും ഉള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് എടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇൻഫോംഡ് മാറ്റി, വാസ് ഇൻഫോംഡ് മാറ്റി. ഇനി ഒന്നല്ലെങ്കിൽ ഹാഡ് ഇൻഫോംഡ് അല്ലെങ്കിൽ ഹാഡ് ബീൻ ഇൻഫോംഡ്. ഈ ഹാഡ് ബീൻ ഇൻഫോംഡ് എന്ന് പറയുന്നത് പാസീവ് ആണ്. ഹാഡ് ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്റ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇഫ് ഐ ഹാഡ് ഇൻഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ എന്നുള്ളൊരു മീനിങ് ആവും. അങ്ങനെയാണോ അതിന്റെ മീനിങ് വരണ്ടേ? അല്ല അല്ലെ. എന്നെ അറിയിച്ചിരുന്നെങ്കിൽ, എന്നെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ ഏത് വോയിസാ വരണ്ടേ? പാസീവ് ആണ് അല്ലെ. അപ്പൊ ഇഫ് ഐ ഹാഡ് ബീൻ ഇൻഫോംഡ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. അപ്പൊ മനസ്സിലാവാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ ആക്റ്റീവ് പാസീവിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഡാഷ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് റേഡിയോ. ഓക്കെ, ഇഫ് ഐ ഡാഷ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് റേഡിയോ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വുഡ്, ഹാവ്, V3 ഫോം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഹാഡ് വേണം പ്ലസ് V3 ഫോം വേണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഹാഡേ ഉള്ളൂ, അപ്പൊ ഇത് പറ്റില്ല. പിന്നെ വോസും വേറൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഹാഡും ഉണ്ട്, പിന്നെ ഒരു V3 ഫോം വേണം അല്ലെ. ഈ ഹാഡ് എന്ന് പറയുന്നത് V3 ആ. ഹാസിന്റെയും ഹാവിന്റെയും ഒക്കെ V3 ഫോം ആണ് ഹാഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് ദാറ്റ് റേഡിയോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദി സിറ്റി. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇസ് ബിൽഡിംഗ് ആണോ, ഹാവ് ബീൻ ബിൽഡിംഗ് ആണോ, ഇസ് ബീയിങ് ബിൽട്ട് ആണോ, ഹാസ് ബിൽട്ട് ആണോ? ആൻസർ ഇസ് ബീയിങ് ബിൽട്ട് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ആൻസർ കിട്ടിയെന്നുള്ളത് പറയാം കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എ റിംഗ് റോഡ് എന്നാ കൊടുത്തിട്ടില്ലേ അല്ലെ. എ റിംഗ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും എന്താ സിംഗുലർ ആയിരിക്കും. അപ്പൊ സിംഗുലർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എടുത്ത് മാറ്റാലോ അല്ലെ. ഇത് ഹാവ് അല്ലേ, ഹാവ് നമ്മൾ പ്ലൂറിന്റെ ഒപ്പം അല്ലേ യൂസ് ചെയ്യുക. അപ്പൊ ഇതല്ല കേട്ടോ. പിന്നെ ഒന്നല്ലെങ്കിൽ എസ്, ഇവിടെയുള്ള എസ് അല്ലെങ്കിൽ ഇവിടുത്തെ എസ്, ഇവിടെ ഹാസ്, ഇത് മൂന്നും നമുക്ക് സിംഗുലർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ്.
പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് ആക്റ്റീവിലാണോ പാസീവിലാണോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ ഇതിനകത്തുള്ള ക്രിയയോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ക്രിയ ചെയ്തേ, ആരാണ് ബിൽഡ് ചെയ്തേ. അപ്പൊ ഈ ഒരു സെന്റൻസിനകത്ത് കൊടുത്തിട്ടുണ്ടോ ആരാണ് ബിൽഡ് ചെയ്തെന്നുള്ളത്? ഇല്ല അല്ലെ. അപ്പൊ ഈ ബിൽഡ് ചെയ്തിട്ടുള്ള ആള് ഇപ്പൊ സപ്പോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ സെന്റൻസിന്റെ സബ്ജക്റ്റ് എങ്കിൽ ഓക്കെ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? അല്ല അല്ലെ. റിംഗ് റോഡ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്, അല്ലാത്ത പക്ഷം പാസീവ് ആണ്. അപ്പൊ ഇവിടെ ഏതാ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ല ഇവിടുത്തെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പാസീവ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനകത്ത് പാസീവ് എന്ന് പറയുമ്പോൾ എന്തായാലും V3 ഫോം വേണം അല്ലെ. V3 ഫോം വേണം. അപ്പൊ എന്തായാലും ബിൽഡിന്റെ V3 ഫോം എന്ന് പറയുന്നത് ബിൽറ്റ് ആണ്, ടി ആണ്. ഓക്കെ. അപ്പൊ ഇത് എന്തായാലും ആൻസർ അല്ല, ഇത് ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, ഇസ് ബീയിങ് ബിൽറ്റ് ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാവ് ദി മണി ഐ ഡാഷ് എ കാർ. എന്തായിരിക്കും ആൻസർ വരിക? ഇഫ് ഐ ഹാവ് ദി മണി ഐ ഡാഷ് എ കാർ. നമ്മുടെ ആൻസർ ഐ വിൽ ബൈ എ കാർ അല്ലെ. അപ്പൊ ഇവിടെ ഹാവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ V3 ഫോമിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടുത്തെ ഹാവ് എന്ന് പറഞ്ഞാൽ ക്രിയ ആണ്. എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാറ് വാങ്ങിച്ചേനെ അല്ലെ. അപ്പൊ വില്ല് വേണം, V1 ഫോം വേണം, നമ്മുടെ ഇഫ് ക്ലോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഷീ ഷട്ട് ദി ഡോർ ഹി ഡാഷ് ടു എൻറ്റർ. എന്തായിരിക്കും ആൻസർ വരിക? ഇഫ് ഷീ ഷട്ട് ദി ഡോർ ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഷട്ടിന്റെ 3 ഫോംസ് എന്ന് പറയുന്നത്, അതായത് V1 V2 V3 എന്ന് പറയുന്നത് ഷട്ട് തന്നെയാണ്. അപ്പൊ ഷട്ട് മാത്രമല്ല, പുട്ട്, കട്ട്, ഇതിന്റെയൊക്കെ മൂന്നും ഒരേപോലെയാണ്. അപ്പൊ അങ്ങനെ ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഏത് ഷട്ടാണെന്നുള്ളത് നമുക്കറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. V1 ആണോ V2 ആണോ V3 ആണോ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ഇഫ് ഷീ ഷട്ട്, ഈ ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ V1 ഫോം, അതായത് നമ്മുടെ സിമ്പിൾ പ്രസനൻസ് ആയിരുന്നെങ്കിൽ ഷീക്ക് ശേഷം എന്ത് വരണമായിരുന്നു? ഒരു എസ് വരണമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഷീ ഈറ്റ്സ്, ഹി ഈറ്റ്സ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. ഓക്കെ. അപ്പൊ ഇതെന്തായാലും ഇവിടെ എസ് ഇല്ലാത്തതുകൊണ്ട് V1 അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ V3 ഫോം ആണെങ്കിൽ എന്തായാലും ഒരു ഹാഡ് വല്ലതും ഇതിന്റെ ഫ്രണ്ടിൽ വരുമായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല അല്ലെ. അപ്പൊ ഇത് ഏത് ഫോമാ? V2 ഫോം ആണ്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? നമ്മുടെ ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് കണ്ടീഷൻ അല്ലെ. അപ്പൊ എന്ത് വേണം? വുഡ് വരണം, പിന്നെ പ്ലസ് V1 ഫോം വേണം. ഇനി നമുക്ക് ഇവിടെ നോക്കാം, വുഡ് ഉള്ള കണ്ടീഷൻസ് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെയുണ്ട്, ഈ 3 കേസിലും വുഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കേസ് എടുത്ത് മാറ്റാം. ഓക്കെ. പിന്നെ V1 ഫോം ആണ് വേണ്ടത്. V1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് B എന്ന് പറയുന്നതാണ് V1 ഫോം എന്ന് പറയുന്നത് കേട്ടോ. B എന്ന് പറയുന്നത് V3 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എടുത്ത് മാറ്റാം അല്ലെ. ഇനി ഒന്നല്ലെങ്കിൽ വുഡിൻ ബി ഏബിൾ, അല്ലെങ്കിൽ വുഡ് ബി. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വുഡിൻ ബി ഏബിൾ ആണ്. അതെങ്ങനെയാ ഈ ആൻസർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇഫ് ഷീ ഷട്ട് ദി ഡോർ, അവള് വാതിൽ അടച്ചിരുന്നെങ്കിൽ അവന് കയറാൻ പറ്റില്ല എന്നുള്ളൊരു മീനിങ് അല്ലേ? പറ്റില്ല ഇല്ലേ? അപ്പൊ എന്തായാലും ഒരു നോട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ വുഡ് ബി അല്ലല്ലോ, ഇതും തെറ്റാണ്. വുഡിൻ ബി ഏബിൾ, ഈ വുഡിൻ്റെ എന്ന് പറഞ്ഞാൽ വുഡിന്റെ ഒപ്പം നോട്ട് ചേർക്കുന്നതിനെയാണ് നമ്മൾ വുഡിൻ്റെ എന്ന് പറയാം കേട്ടോ. അപ്പൊ ആൻസർ കിട്ടിയല്ലോ, വുഡിൻ ബി ഏബിൾ ടു എൻറ്റർ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിച്ചേ. ഇഫ് ഷീ കട്ട് ഇറ്റ് ഐ ഡാഷ് ഷർ. അപ്പൊ കട്ട് അല്ലെ. പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഷട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഈ കട്ട് എന്ന് പറയുന്നത് V1 ആണോ V2 ആണോ V3 ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ഷീ ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ എസ് വന്നേനെ. അപ്പൊ V1 അല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ഹാഡ് ഒന്നും ഇല്ല, അപ്പൊ V3 അല്ല, അപ്പൊ V2 ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്ത് വേണം? വുഡ് വേണം, V1 ഫോം വേണം അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഇഫ് ഷീ കട്ട് ഇറ്റ് ഐ വുഡ് ബീറ്റ് ഹർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇഫ് ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 2021, 2022 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറേയൊക്കെ ഞാൻ പാസീവിന്റെ സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല, നമ്മളിവിടെ മാക്സിമം തെറ്റിച്ചിട്ട് എക്സാം ഹാളിൽ കറക്റ്റ് ആക്കാൻ പോകാം കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ 50 ഡേയ്സിന്റെ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെൻസ്, കോൺകോഡ്, ഇഫ് ക്ലോസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പഠിപ്പിച്ചതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.